അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അങ്ങയുടെ രചനകളിൽ ഇപ്പോൾ ഓരോ രചനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് പ്രകാശനം ചെയ്യുമ്പോഴും എല്ലാം അത് വാർത്തയാകുന്നത് അത് അങ്ങ് എഴുതുന്നു എന്നത് കൊണ്ടുകൂടിയാണ്. കാരണം പല പോർട്ട്ഫോളിയോസ് കയ്യിൽ ഉള്ളപ്പോഴും അതിൽ ആ പദവിയിൽ അഭിരമിക്കാതെ എഴുത്തിൻ്റെ വഴിയിലൂടെ, പരീക്ഷണങ്ങളല്ല എഴുത്തിൻ്റെ വഴിയിലായാലും സ്വീകരിക്കുന്നത്, യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രചനകളാണ്. അത് സാഫല്യം തേടുന്ന സ്വാതന്ത്ര്യമായാലും, പുന്നപ്ര വയലാർ കാണാപ്പുറങ്ങളായാലും, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എഴുതുമ്പോഴായാലും, നോസ്ട്രഡാമസ് ആയാലും, ലേഖന സമാഹാരമായ സാക്ഷ്യമായാലും, ഈ കലാധനമായാലും, ബോൺസായി ആയാലും, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഉണ്ടാകണം രചനകൾക്ക് എന്നത് അങ്ങ് ബോധപൂർവം എടുത്ത ഒരു തീരുമാനമാണോ? ഇത്രയും രചനകൾ പിന്നിട്ട ഒരാളെന്ന നിലയിലാണ് ഈ ചോദ്യം. തീർച്ചയായിട്ടും ബോധപൂർവം. പിന്നെ ഒരു പ്രോസസ്സാണ് എഴുതുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് പൂർണ്ണ എഴുത്തുകാരായി മാറുന്നവർക്ക് അതിൻ്റെ അകത്തിൽ അത്ഭുതകരമായി മുന്നേറാൻ സാധിക്കും. എന്നെപ്പോലെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉദാഹരണം, ഞാൻ അഭിഭാഷകനായിരുന്ന സമയത്തും എല്ലാവരും അഭിഭാഷകനായിട്ട് ഞാൻ തീരെ മോശമല്ലാത്തൊരു അഭിഭാഷകനാണെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്തിന് രാവിലെ കക്ഷികൾ വരും, അവരോട് സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഒരാശയം കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അന്നേരം രണ്ടുപേര് അത് കവിതയായിട്ടൊക്കെ എഴുതി വെക്കും, അല്ലെ പോയിൻ്റാണെങ്കിൽ പോയിൻ്റായിട്ട് എഴുതി വെക്കും. അപ്പോൾ അക്കാദമിക് യോഗ്യതയേക്കാൾ നമുക്ക് അനുഭവജ്ഞാനമാണ് വലുതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു പുതിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ നിരൂപകൻ എഴുതിയ ഒരു കാര്യം ഞാൻ ഓർത്തു. വാൽമീകി വായിച്ചത് കൊണ്ടാണോ രാമായണം എഴുതിയത്? അല്ലല്ലോ. അതുകൊണ്ട് വായന എന്തിനെന്നുള്ള ചോദ്യം എല്ലാം ചോദിക്കുകയുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ഈ എഴുത്തും വായനയും പരസ്പര പൂരകങ്ങളാണ്. ആ പരസ്പര പൂരകങ്ങളാകുന്ന അവസരത്തിലാണ് എന്നോട് ചോദിച്ച് എന്തിനെഴുതുന്നെന്ന് ചോദിച്ചാൽ, എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട്. ചുറ്റുപാടുകൾ അങ്ങനെയാണ്, സാമൂഹിക പരിസ്ഥിതികൾ അങ്ങനെയാണ്. ഇപ്പോൾ കേരളം തന്നെ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ വിലയിരുത്തലാണ്, നിങ്ങൾക്കൊക്കെ വിയോജിക്കാം. കേരളം നമ്മൾ ഈ പകൽ വഴികളിൽ പോലും ഇരുട്ട് വ്യാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ, എല്ലാം നെഗറ്റീവിസത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിൽ മറിച്ചതിനെ പഴിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചമെങ്കിലും കത്തിക്കാൻ സാധിച്ചാൽ അതാണ് വലുതെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെയാണ് എൻ്റെ എഴുത്തിനെ പറ്റിയുള്ള പൊതുധാരണ. അതോടൊപ്പം തന്നെ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്ക് കൊടുക്കുക, തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു രചനയിലൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ എം ടി സാറിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിൽ നമ്മുടെ പഴയിടം അദ്ദേഹത്തെ അനുസ്മരിച്ചത്, എൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന വേളയിലാണ് ഞാൻ രണ്ടാം ഊഴത്തിലേക്ക് എത്തുന്നത്, അതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു എന്നതാണ്. അതുപോലെ രചനകളിലൂടെ പോസിറ്റീവായി ആളുകളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പോസിറ്റീവ് മനോഭാവം ഉള്ള രചനകൾ അല്ലെങ്കിൽ കഥകൾ. അതോടൊപ്പം തന്നെ താങ്കൾ എഴുതുന്ന കഥകളിൽ ഈ മനുഷ്യനും പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിൽക്കാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം ഇപ്പോൾ ഈ വൃക്ഷായുർവേദമായാലും അതിൽ കൂടുതൽ നമുക്ക് ഇൻസൈറ്റ്സ് തരുന്ന ഒരു പുസ്തകമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രകൃതി, അതുപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു ഇഴയടുപ്പം കൂട്ടുന്നതിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം, അതോടൊപ്പം താങ്കളിൽ അല്ലെങ്കിൽ താങ്കളുടെ രചനകളിൽ കണ്ടിട്ടുള്ളത് പാരമ്പര്യത്തിലേക്ക്, പഴമയിലേക്ക്, അതായത് നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയ ഒരു ജനറേഷൻ ആയി എന്ന് പറഞ്ഞാലും പാരമ്പര്യവും പഴമയും ഒക്കെ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ കൂടി കാണാമല്ലോ ആ എഴുത്തുകാരനിൽ. തീർച്ചയായിട്ടും അത് ശരിയാണ്. അത് നമ്മുടെ ബേസിക് തോട്ടാണ്. നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന അവസരത്തിൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ പൊരുളാണ് ഭരണഘടനയെ എന്നും ശ്രദ്ധേയമാക്കിയത്. ഒന്ന്, ചിരപുരാതനമായ രാഷ്ട്രം, അതിന് പേരിടണം. ആ ചിരപുരാതനവും അതേസമയത്ത് നിത്യനൂതനവുമാണ്. നമ്മൾ ടെക്നോളജിയെ മുഴുവൻ ആവാഹിച്ചെടുക്കുകയാണ്. ലോകത്ത് ആനോഭദ്ര കൃതമോ എന്ന വിശ്വന്തത. ഏത് ചിന്തയും വരട്ടെ, നമ്മൾ കവാടങ്ങൾ അടച്ചിടുന്നില്ല. വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ കവാടമായാലും രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ ആയാലും അതിൻ്റെ ഒന്നും കവാടങ്ങളെ അടച്ചിടാതെ എല്ലാം വരട്ടെ. അത് നമ്മുടെ ചിരപുരാതന രാഷ്ട്രത്തിൻ്റെ സത്തയാണ്. നിത്യനൂതനം എന്ന് പറയുന്നത് ടെക്നോളജി ഉൾപ്പെടെ ഒന്നിനോടും നമ്മളെതിരല്ല. അങ്ങനെ ഒരു രാഷ്ട്രം അപൂർവമായി ലോകത്തുള്ളത് നമ്മുടേതാണ്. അതിൻ്റെ അടിത്തറയിൽ രാഷ്ട്ര നിർമ്മിതി നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും എഴുതുമ്പം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എഴുത്തിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഒരു കഥയുടെ കാര്യം പറഞ്ഞാൽ, എൻ്റെ കഥാസമാഹാരങ്ങൾ ഒരു കഥ, ഞാനിപ്പോൾ എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പറയുന്നില്ല. എൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ 6 വയസ്സായിരിക്കുമ്പോഴാണ് വിമോചന സമരത്തെ കഴിഞ്ഞുള്ള ഇലക്ഷൻ വരുന്നത്.
ആ ഇലക്ഷൻ വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഒരു കോളനി ഉള്ളത്. അത് പട്ടികജാതി വിഭാഗത്തിൻ്റെ കോളനിയാണ്. ആ കോളനിയിൽ പോയിട്ട് തലേ ദിവസം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, വിമോചന സമരം ആരാണോ നയിച്ചത്, ഏത് പാർട്ടികളൊക്കെയാണോ, അവർ പോയപ്പോൾ നാളെ പോയി വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത രാത്രിയിൽ അതിൻ്റെ ശബ്ദവും ആരോ ഒക്കെ 6 വയസ്സുള്ള കുട്ടിയായ എന്നിൽ ഉണ്ടാക്കിയ പ്രതീതിയുണ്ട്. അവിടെ പോയിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷക തൊഴിലാളി നേതൃത്വം കൊടുക്കുന്ന ആളെ അവർ വെട്ടിക്കൊന്നു. ഈ വലിയ ജനാധിപത്യവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ആളുകളാണ് അന്ന് ചെയ്തത്. എൻ്റെ മനസ്സിലന്ന് ഏൽപ്പിച്ച ആഘാതം അതൊരു കഥയായി. എൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരത്തിൽ ആ കഥയുണ്ട്. വായിച്ചാൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ 52ാം ജന്മദിന ഈ രക്തസാക്ഷി ദിനമൊക്കെ ആചരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ആ ആശയത്തെ ഞാൻ 100% എതിർക്കുന്നു. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോയതിൻ്റെ പേരിൽ കൊന്നവരൊക്കെ അല്ലേ ഇപ്പോൾ വലിയ ആദർശം ഗാന്ധിജിയുടെ പേരിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കഥയിൽ ഇതിവൃത്തമാകുമ്പോൾ എനിക്ക് ഒരു സംതൃപ്തിയുണ്ട്. അതിൽ ഞാൻ വിശാലമായി ചിന്തിക്കുന്നു.